ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് ക്രൂസ് മരണം സ്വീകരിച്ച് കബറടങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശൂനോയ നോമ്പിൻ്റെ 7-ാമത്തെ ദിവസമാണ്. ജനുവരി 1 മുതൽ നാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ വർഷത്തിലെ 219-ാമത്തെ ദിവസം ആണ്. ഇന്ന് 590-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം അനുദപിക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക. അനുദപിക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിക്കുക. ക്രൈസ്തവ വിശ്വാസത്തിൽ നാം നോക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളിൽ ഒന്നാണ് അനുതാപം അഥവാ മാനസാന്തരം എന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം തകരുന്നത് പാപത്താൽ ആണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്ന മാർഗമാണ് മാനസാന്തരം. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകമാണ് പാപങ്ങളെ ഏറ്റുപറയുന്ന പ്രവൃത്തി. വിശുദ്ധ വേദപുസ്തകത്തിലെ കേന്ദ്ര സന്ദേശം മാനസാന്തരത്തിലേക്കുള്ള വിളിയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. വിശുദ്ധ വേദപുസ്തകത്തിലെ എല്ലാ അധ്യായങ്ങളിലും അനുതാപത്തിൻ്റെ ശബ്ദമുണ്ടെങ്കിലും അനുതാപ സങ്കീർത്തനങ്ങളാണ് അതിൽ പ്രധാനം. പാപത്തെ രോഗമായിട്ടാണ് സഭ കാണുന്നത്. പാപത്തെ രോഗമായിട്ടാണ് സഭ കാണുന്നത്. ദൈവസ്നേഹത്തിൽ നിന്ന് അകന്ന മനുഷ്യന് അഥവാ മനുഷ്യവർഗത്തിന് രോഗവും മരണവും ദ്രവത്വവും ഉണ്ടായി എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ദൈവം ആർദ്രകരുണയോടെയാണ് പാപികളോടും രോഗികളോടും ഇടപെടുന്നത് എന്ന് നമുക്കറിയാം. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു എന്നത് അറിയാത്തവർ ഈ ലോകത്തിൽ ആരാണ് ഉള്ളത്? അനുതാപത്തെയും വിശുദ്ധ കുംഭസാരത്തെയും രോഗിയുടെ തൈലാഭിഷേകത്തെയും നാം വീക്ഷിക്കേണ്ടത് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണമായ പാപത്തിൽ നിന്ന് രോഗിയെ മോചിപ്പിച്ച് ദൈവത്തോടും മനുഷ്യരോടുമുള്ള പൂർവീക രമ്യതയിലേക്ക് അവനെ എത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. നാം അനുതാപം ഉള്ളവരാകണമെങ്കിൽ, ദൈവത്തിങ്കിലേക്ക് തിരിയണമെങ്കിൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനം ബേസിക്കായ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ 1910 തർജ്ജമ ചെയ്ത വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളും 1189 അധ്യായങ്ങളും 31,090 വാക്യങ്ങളുമാണ് ഉള്ളത്. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളും 929 അധ്യായങ്ങളും 23,136 വാക്യങ്ങളും ആണ് ഉള്ളത്. പഴയ നിയമത്തിലെ പുസ്തകങ്ങളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തത് ചരിത്ര പുസ്തകങ്ങൾ ആണ്, രണ്ടാമത്തത് കാവ്യ പുസ്തകങ്ങളാണ്, മൂന്നാമത്തത് പ്രവചന പുസ്തകങ്ങൾ ആണ്. അതായത് ചരിത്ര പുസ്തകങ്ങൾ നാം നോക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ ഉള്ള 17 പുസ്തകങ്ങൾ ആണ് ചരിത്ര പുസ്തകങ്ങളിൽ വരുന്നത്. അതായത് കാവ്യ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം എന്നിവയാണ്. പ്രവചന പുസ്തകങ്ങൾ എന്ന് പറയുന്നത് യെശയ്യാവ് മുതൽ മാലാഖി വരെയുള്ള 17 പുസ്തകങ്ങളാണ്. അതുപോലെ തന്നെ പുതിയ നിയമത്തെയും നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ചരിത്ര പുസ്തകങ്ങളെന്നും ലേഖനങ്ങളെന്നും വെളിപാട് സാഹിത്യമെന്നുമാണ് അതിനെ നമുക്ക് തിരിക്കാവുന്നത്. ചരിത്ര പുസ്തകങ്ങളിൽ ആദ്യത്തെ 5 പുസ്തകങ്ങളും ലേഖനങ്ങളിൽ 21 എണ്ണവും വെളിപാട് സാഹിത്യം ഒന്നും ചേർത്ത് 27 പുസ്തകങ്ങളും 260 അധ്യായങ്ങളും 7,954 വാക്യങ്ങളും ആണ് അതിൽ ഉള്ളത്. നാം ഇത് കൃത്യമായി മനസ്സിലാക്കി നാം അതിനെ അപഗ്രഥിക്കുന്നുവെങ്കിൽ, അതിനെ ശരിയായ രീതിയിൽ പഠിക്കുന്നുവെങ്കിൽ നമുക്ക് അനുദപിക്കുന്നതിനും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിനും നമുക്ക് സാധിക്കും. നമ്മുടെ ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് അനുദപിക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നതാണ്. കാവ്യ പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. യോബ്, സങ്കീർത്തനം, സദൃശവാക്യം, സഭാപ്രസംഗി, ഉത്തമഗീതം. ഇതിൽ സങ്കീർത്തനങ്ങൾ ആണ് പ്രധാനം.
സങ്കീർത്തനങ്ങൾ മനുഷ്യഹൃദയത്തിൻ്റെ ദൈവത്തോടുള്ള തുറന്ന സംഭാഷണമാണ്. നാം അതിനെ പൊതുവായി സ്തുതിഗീതങ്ങൾ അഥവാ സ്തോത്രഗാനങ്ങൾ എന്ന അർത്ഥമുള്ള തെഹില്ല എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. നാം അതിനെ പൊതുവായി സ്തുതിഗീതങ്ങൾ അഥവാ സ്തോത്രഗാനങ്ങൾ എന്ന അർത്ഥമുള്ള തെഹില്ല എന്നാണ് തലക്കെട്ട് കൊടുക്കുന്നത്. എന്നാൽ സങ്കീർത്തനങ്ങളെ 5 പുസ്തകങ്ങളായി വിഭജിച്ചിരിക്കുന്നു എന്ന് നമുക്ക് എവർക്കും അറിയാം. പഞ്ചഗ്രന്ഥങ്ങളുടെ അനുകരണമാണ് ഇത് ഓരോന്നും. ഒന്നാം പുസ്തകം ഉൽപ്പത്തിയോട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 5-ാം പുസ്തകം ആവർത്തനത്തോട് ചേർത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 5ആയിട്ട് തിരിച്ചിരിക്കുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്നാമത്തെ പുസ്തകത്തിൽ 1-ാം അധ്യായം മുതൽ 41 വരെയും, 2-ാമത്തേതിൽ 42 മുതൽ 72 വരെയും, 3-ാമത്തേതിൽ 73 മുതൽ 89 വരെയും, 4-ാമത്തേതിൽ 90 മുതൽ 106 വരെയും, 5-ാമത്തേതിൽ 107 മുതൽ 150 വരെയും ആണ് കൊടുത്തിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിലെ സങ്കീർത്തന വ്യാഖ്യാനത്തിൽ ഹെർമൻ ഹുങ്കൽ സങ്കീർത്തനങ്ങളെ 8ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് സ്തോത്രഗീതങ്ങളെന്നും, രണ്ടാമത്തേത് വ്യക്തിഭാവമുള്ള പരിദേവനമെന്നും, മൂന്നാമത്തേത് വൈയക്തിക സ്തോത്രഗാനങ്ങളെന്നും, നാലാമത്തേതിനെ സമൂഹ പരിദേവനം വിലാപനമെന്നും, അഞ്ചാമത്തേതിനെ സമൂഹ സ്തോത്ര ഗീതങ്ങളെന്നും, ആറാമത്തേതിനെ രാജകീയ ഗീതങ്ങളെന്നും, അടുത്തതിനെ സിയോൻ ഗീതങ്ങളെന്നും, എട്ടാമത്തേതിനെ മറ്റിനങ്ങൾ എന്നും തിരിച്ചിട്ടുണ്ട്. എട്ടാമത്തേത് മറ്റിനങ്ങൾ എന്ന് പറയുന്നതിനെ എഗെയിൻ 2ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അതിൽ അനുതാപ സങ്കീർത്തനങ്ങൾ എന്നും ആരോഹണ ഗീതങ്ങൾ എന്നും പറയുന്നുണ്ട്. അനുതാപ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അറിയാം. നമ്മൾ ഓരോരുത്തരും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിനും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനും പോകുമ്പോൾ അത് പാരായണം ചെയ്തിട്ടാണ് പോകുന്നത്. 6-ാം അധ്യായവും 32 സങ്കീർത്തനത്തിൽ 6-ാം സങ്കീർത്തനവും 32-ാം സങ്കീർത്തനവും 38-ാം സങ്കീർത്തനവും 51, 102, 130, 143 എന്നീ സങ്കീർത്തനങ്ങളാണ്. അതിൽ ഒന്നാമത്തെ അനുതാപ സങ്കീർത്തനം എന്ന് പറയുന്നത് 6-ാമത്തെ സങ്കീർത്തനമാണ്. അതിൽ 10 വാക്യങ്ങൾ ആണ് ഉള്ളത്. രണ്ടാമത്തേത് 32 ആണ്. അതിൽ 11 വാക്യങ്ങളും 38-ൽ 22 വാക്യങ്ങളും. 51-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ അനുതാപത്തിലെ 19 വാക്യങ്ങളും. 5-ാമത്തേത് 102-ാമത്തെ സങ്കീർത്തനത്തിൽ 28 വാക്യങ്ങളും. 6-ാമത്തേത് 130-ാമത്തെ സങ്കീർത്തനത്തിൽ 8 വാക്യങ്ങളും. 143-ാമത്തേതും അവസാനത്തേതുമായ ആ അനുതാപത്തിന്റെ സങ്കീർത്തനത്തിൽ 12 വാക്യങ്ങളും കൂടി ചേർന്ന് 110 വാക്യങ്ങളാണ് അതിലുള്ളത് എന്ന് നമുക്ക് അറിയാമെന്ന് കരുതട്ടെ. ആരോഹണഗീതം എന്ന് പറയുന്നത് യഹൂദന്മാർ ഇതിനെ ഹല്ലേൽ സങ്കീർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. ഹല്ലേൽ യാഹ്, യഹോവയെ സ്തുതിപ്പീൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങളാണ് ഇവ എന്നും നമുക്ക് എവർക്കും അറിയാമെന്ന് കരുതട്ടെ. സങ്കീർത്തനത്തിൽ 180 അധ്യായങ്ങളും 2460 വാക്യങ്ങളും ആണ് ഉള്ളത്. നമ്മൾക്ക് ഓരോരുത്തരുടെയും മനസ്സിലെ വിചാരമെന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെ ആണ് എന്നാണ്. എന്നാൽ ദാവീദിൻ്റെ സങ്കീർത്തനം ടോട്ടൽ 73 എണ്ണമാണുള്ളത്. കോരഹപുത്രന്മാരുടേത് 11, ആസാഫിൻ്റേത് 12, ശലോമോൻ്റേത് 2, ഏതാൻ 1, മോശയൊന്നും പേരില്ലാത്തത് 50 ആണ് ഉള്ളത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഈ സങ്കീർത്തനങ്ങൾ പ്രാർത്ഥന മാത്രമല്ല, മറിച്ച് സഭാപിതാക്കന്മാർ അവയെ ആത്മീയ ചികിത്സയുടെ കീർത്തനങ്ങളായിട്ടാണ് കാണുന്നത്. അനുതാപ സങ്കീർത്തനങ്ങൾ മനുഷ്യൻ തൻ്റെ പാപാവസ്ഥ തിരിച്ചറിഞ്ഞ് ദൈവകൃപയിൽ ആശ്രയിച്ച് നിലവിളിക്കുന്ന പ്രാർത്ഥനയാണ്. അനുതാപം എന്ന വാക്കിന് പഴയ നിയമത്തിൽ ശൂബ, നാഗം എന്നീ എബ്രായ പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശൂബ എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക, തിരിച്ചു വരിക. നാഗമെന്നാൽ ഖേദിക്കുക, ദുഃഖിക്കുക, മനസ്സലിയുക എന്നാണ്. ഖേദിച്ചുകൊണ്ട് മടങ്ങി വരിക, ദുഃഖിച്ചുകൊണ്ട് മടങ്ങി വരിക എന്ന് അർത്ഥം. മേറ്റാനോയിയ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ മാറ്റം, ജീവിത ദിശയുടെ പരിവർത്തനം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അനുതാപ
സങ്കീർത്തനങ്ങളിലും ദൈവശാസ്ത്ര ഘടന എന്ന് പറയുന്നത്, അതായത് അനുതാപ സങ്കീർത്തനങ്ങളുടെ ദൈവശാസ്ത്ര ഘടന എന്നത് ഏറ്റുപറച്ചിൽ കുമ്പസാരമാണ്. ശാരീരികവും ആത്മീയവുമായ വേദനയാണ്. ദൈവീക കരുണയിലേക്കുള്ള അഭയമാണ്. പുതിയ സൃഷ്ടിയാകുമെന്ന പ്രത്യാശയാണ്. അനുതാപത്തിൻ്റെ ആത്മീയ വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തെങ്കിലേക്കുള്ള മടങ്ങിവരവാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം നാം നോക്കുമ്പോൾ അതിൽ നമ്മോട് പറയുന്നത് വിഗ്രഹാരാധനയിൽ നിന്നും തിരികെ വരുവാനുള്ള ആഹ്വാനമാണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്കറിയാം. അനുതാപം ദൈവസൗഹൃദം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ഓർമ്മ വരുന്നത് നിനവേക്ക് സന്ദേശം നൽകിയ യോനായെയാണ്, ശുദ്ധീകരണത്തിനായി വിളിച്ച യെശയ്യാവിനെയാണ്, ദൈവത്തിങ്കിലേക്ക് മടങ്ങുവാൻ ആഹ്വാനം ചെയ്ത യിരെമ്യാവ് എന്നിവരെയാണ്. പുതിയ നിയമത്തിലും അനുതാപത്തിൻ്റെ ആവശ്യം ആണ് നാം കാണുന്നത്. സ്നാപക യോഹന്നാന്റെ പ്രസംഗത്തിൽ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധ ശുശ്രൂഷ ആരംഭിച്ചതും ഇതേ സന്ദേശത്തോടെയാണ്. മർക്കോസ് എവൻഗേലിയാസ്തായുടെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. വിശുദ്ധ പത്രോസ് പെന്തക്കോസ്തി ദിനങ്ങളിലും പറയുന്നത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് അവനിൽ ശരണം പ്രാപിക്കുവാനാണ് പറയുന്നത്. നാം ഇതൊക്കെയും കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ജീവിത കാലമൊട്ടുക്കുമുള്ള ആത്മീയ യാത്രയാണ് ക്രൈസ്തവ ജീവിതം. വിശുദ്ധ വേദപുസ്തക പ്രകാരം അനുതാപം ഒരു തവണ മാത്രം ചെയ്യുന്ന കാര്യമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അനുതാപം എന്നത് നിത്യ ആത്മപരിശോധന, ആത്മീയ വളർച്ച, തുടർച്ചയായ പരിവർത്തനം, വിശുദ്ധിയിലേക്കുള്ള യാത്ര എന്നിവയാണ് എന്ന് ഓർത്ത് ദൈവത്തിങ്കിലേക്ക് തിരിയുക. അതിനായിട്ട് അനുതാപത്തിൻ്റെ സങ്കീർത്തനങ്ങൾ മനഃപ്പാഠമാക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഉരുവിടുമ്പോൾ ഓട്ടോമാറ്റിക് മനഃപ്പാഠമാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.